നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം ടീമും നമ്മുടെ ഈ മീറ്റിങ്ങിലുണ്ട്. മറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ക്വാളിറ്റി ടീമുകളുണ്ട്. നിങ്ങളുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി പ്രോഗ്രാമിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി പ്രോഗ്രാം കൃത്യമായി ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കണം. അഥവാ അങ്ങനെ ഒരെണ്ണം ഇല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ക്വാളിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രോഗ്രാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിയേറ്ററിനുണ്ടാവണം. സോ തിയേറ്ററിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുകയോ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ NABH റിലേറ്റഡ് ആയിട്ടൊരു ക്വാളിറ്റി ടീം ഇപ്പോൾ നമ്മുടെ മിക്ക ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിന് ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഉണ്ടായിരിക്കുകയും അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സ്പെസിഫിക് സബ്ജക്റ്റുകൾ മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുകയും അത് മോണിറ്റർ ചെയ്യപ്പെട്ടിരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അച്ചീവ്മെൻ്റാണ് 14I 9. നമുക്ക് സർട്ടിഫിക്കേഷൻ ഓർ അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം ഇത് ഉറപ്പുവരുത്തിയാൽ മതിയെങ്കിലും ഈ ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. ദ ഓർഗനൈസേഷൻ ഷാൽ ഇംപ്ലിമെൻ്റ് എ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം എന്നാണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നെന്ന് ഉറപ്പുവരുത്തുക. ഇൻട്രാ ഓപ്പറേറ്റീവ് മിസ്ഹാപ്സ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സംഭവിക്കാതിരിക്കുന്നതിന് ഒരു മുൻകരുതലുകൾ ഫ്യൂച്ചറിൽ എടുക്കാനായിട്ട് അത്തരത്തിലുള്ള ഈവൻറ്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ പെരി ഓപ്പറേറ്റീവ് ഈവൻറ്റ്സ്, ഇപ്പോൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അത് പുറത്ത് വന്ന് പോസ്റ്റ് സർജിക്കൽ കെയറിൽ മാത്രമല്ല സർജിക്കൽ ടൈമിൽ തന്നെ ഇൻഫെക്ഷൻസിനുള്ള പോസിബിലിറ്റീസ് അവിടെയുണ്ട്. നമുക്ക് പലപ്പോഴും ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സർജറിയായിട്ട് ബന്ധപ്പെട്ട് അനസ്തേഷ്യ ഈവൻസിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു സെൻസേഷനിലേക്ക് വന്നേക്കാം സർജറിയുടെ ടൈമിൽ. ഇനി ഒരു പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നെർവ് ഇഞ്ചറീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു സ്കിൻ കട്ട് ചെയ്യുന്നതിലിരുന്ന് തിരിച്ച് തുന്നിച്ചേർക്കുന്നത് വരെയുള്ള നിസ്സാരവും സീരിയസുമായിട്ടുള്ള പല അഡ്വേഴ്സ് ഈവൻസും കൊണ്ട് അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയും നമുക്ക് അത്തരത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു പ്രോഗ്രാം ഉണ്ടാകുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പ്രോഗ്രാം നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻറ്റി മൈക്രോബിയൽ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസിനെ ഹാൻഡിൽ ചെയ്യണം. പ്രൊസീജിയറുകളുടെ ഇടയിൽ സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകളുണ്ട്. ചിലപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ തുടങ്ങിക്കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഓർഗൻസിൽ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന എല്ലാം ഡോക്യുമെൻ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ കൃത്യമായൊരു സർജിക്കൽ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. COP 14I 9th ഒബ്ജക്റ്റീവ് എലമെൻറ്റ് സേസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഷാൽ ഇംപ്ലിമെൻ്റ് എ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടീം ഓർക്കണേ, നമ്മുടെ ഹോസ്പിറ്റലിൽ അത്തരത്തിലൊരു കൃത്യമായ പ്രോഗ്രാം നമുക്കുണ്ടാവണം. അത് നടപ്പിലാക്കുകയും ചെയ്യണം.